ഹായ് ഹലോ, രാവിലെ തന്നെ ഇതാ ഫ്രഷായി കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. തലേന്ന് രാത്രി എത്ര ക്ലീൻ ആക്കിയിട്ട് കിടന്നാലും രാവിലെ എണീക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ക്ലീൻ അല്ലാണ്ടാവും. അപ്പോൾ ഇനി ഇതിങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് പണികൾ ചെയ്യാൻ തോന്നത്തില്ല. കാരണം വല്ലാത്തൊരു വീർപ്പ് പൊട്ടലായിരിക്കും. അതുകൊണ്ട് കൈയോട് അതൊക്കെ ഒന്ന് അടുക്കി പറക്കി ക്ലീൻ ആക്കിയിട്ട് അടുപ്പിൽ പാലും വെച്ചു. അപ്പുക്കുട്ടന് കൊണ്ടുപോകാനായിട്ട് ചോറുണ്ടാക്കാനായിട്ട് കുറച്ച് ബസ്മതി റൈസും കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താ അപ്പുക്കുട്ടനെ നോക്കാൻ പോയതല്ല, പാലിൻ്റെ കുപ്പി പുറത്ത് കൊണ്ടുവയ്ക്കാൻ പോയതാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കം. ഞാൻ ദേ പാലിൻ്റെ കുപ്പിയൊക്കെ പുറത്ത് കൊണ്ടുവയ്ക്കാൻ പോവാം. ഇനി കുറച്ച് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു. പച്ചറമ്പിൻ്റെ കൂട്ടം, മഞ്ഞപ്പൂവ്, പിന്നെ നല്ല ഇളം കാറ്റും ഉണ്ടായിരുന്നു. ഇളം കാറ്റിലെവിടെയും തേങ്ങാക്കുലകൾ ആടുന്നുണ്ടോ? ഉണ്ട്. അവിടെ ഒരു തെങ്ങിലൊരു തേങ്ങ നിന്ന് ആടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്ന് പാല് 3 മാറ്റിയിട്ടുണ്ട്. കാപ്പി, അപ്പുക്കുട്ടന് പാല് കാച്ചിയതായിട്ടും എനിക്കിതാ കുറച്ച് ചായയായിട്ടും മാറ്റിയിട്ടുണ്ട്. ഇത് അപ്പുക്കുട്ടന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കാനാണ്. പിന്നെ കുറച്ച് മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പുക്കുട്ടൻ്റെ ലഞ്ച് ബോക്സിലെ മെയിൻ ഐറ്റമാണ് ഇത്. നെയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്തിട്ട് ചിലപ്പോൾ മുട്ടയും പൊട്ടിച്ചൊഴിക്കും. ഇന്ന് പുഴുങ്ങിയതുണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്തില്ല. എന്നിട്ട് ഈ ബസ്മതി റൈസും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കും. അതാണ് മെയിനായിട്ടുള്ള ലഞ്ച് ബോക്സിൽ ഞാൻ കൊടുത്തു വിടുന്നത്. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവന് ഇതൊക്കെ പാക്ക് ചെയ്യാനുള്ള പാത്രം എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ട് ഇനിയുള്ളതാണ് മെയിൻ ടാസ്ക്. അവനെ ഒന്ന് കാമായിട്ട് ഉണർത്തണം. ചില ദിവസങ്ങളിലേ ഉള്ളൂ ഇങ്ങനെ, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അവൻ തന്നെ എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാറാണ് പതിവ്. അല്ലാത്ത ദിവസങ്ങളിൽ ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. കാരണം ഹാപ്പി ആയിട്ട് എണീറ്റ് എനിക്ക് അത്രയും ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പമാവും. അല്ലെങ്കിൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി. അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവനെ എണീപ്പിച്ച് ബ്രഷ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെട്ട്. പിന്നെ എല്ലാം രാവിലെ ഉറക്കം എണീറ്റ് നിൽക്കുമ്പം ക്യാമറയും കൊണ്ട് ചെന്നാൽ ദേഷ്യം വരത്തില്ലേ. എന്നിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ച് അവന് കൊണ്ടുപോകാനായിട്ടുള്ള മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ കൊടുത്തു വിടാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഒരാഴ്ചത്തേക്ക് ഫ്രൂട്ട്സും നട്ട്സും അതൊക്കെ മേടിച്ച് വെക്കാറുണ്ട്. എന്നിട്ട് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തു വിടുന്നതൊക്കെ അവൻ കഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ ബേക്കറി ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ബസ് കയറാനായിട്ട് വന്നപ്പോഴാണ് ബസ് ഒരു 15 മിനിറ്റും കൂടി ആവും. കാരണം അപ്പുക്കുട്ടൻ്റെ മുന്നേ ഉള്ള ബസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ബസ് വരുന്നത് 7:30, പിന്നെ തിരിച്ച് 4:30 അവ എത്തുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. മേളിൽ ബസ് കാണുമ്പോൾ സ്കൂട്ടറിൽ പറന്നങ്ങ് പോകാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉള്ള ബസ് കൊള്ളാം, കുഴപ്പമില്ല. അവൻ കറക്റ്റ് ടൈമിന് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. മുന്നേ ഉള്ള ബസ് നമ്മൾ അന്ന് അഡ്മിഷൻ എടുത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വേറെ വാനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അതായിരുന്നു അത്രയും സമയം എടുത്തിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.